പലരും പലതും പറഞ്ഞ കാലഘട്ടങ്ങളുണ്ട്. ഞാനിങ്ങനെ ഇവിടെ അഡ്മിറ്റായി എൻ്റെ വെല്ലുവിളിച്ച് ഒക്കെ കൊണ്ട് ഇവിടെ അഡ്മിറ്റായിട്ട് ഞാനിതിലെ എന്തിനാണ് ഇവിടാണോ അഡ്മിറ്റ് ചെയ്തത് എന്ന് ചോദിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷേ എനിക്ക് വളരെ ഉത്തരവാദിത്വം പറയാൻ കഴിയും, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു കെയർ, അത് മറ്റൊരു സ്ഥലത്തും ലഭിക്കുന്നതല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമ്മൾ കുറച്ചുകൂടി ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൻ്റെ അനുവാദിക്കനുസരിച്ച് നമ്മുടെ ആസ്പത്രികളൊക്കെ ഉയർന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അനുഭവവേദ്യമാകുമ്പോഴാണ് ഇത് നമ്മുടേതായി മാറുന്നത്. ഇപ്പോൾ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ നമ്മുടേതായി മാറുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നത് രോഗി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ രോഗിയുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഈ തരത്തിൽ സംസാരിക്കുമ്പോൾ ഇത് നമ്മുടേതായി ഇവിടേക്ക് കയറി വരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്ന, പരിപാലിക്കുന്ന, കയറി വരുമ്പോൾ തന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന വേദനകളിൽ അത് തൻ്റെ കൂടി വേദനയാണ് എന്ന് മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്ന നഴ്സസ്, ഡോക്ടർമാർ, മാനേജ്മെൻറ്റ്, ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ ആശുപത്രി നമ്മുടേതായി മാറുക. അങ്ങനെ കുറേ ആവാൻ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ തൊട്ടടുത്തുകൂടെ എൻ്റെ പെങ്ങളെ കൂടി ഞാൻ ഇവിടെ കിടന്നു. അതിന് മുമ്പ് ഞാനിവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ മറ്റ് പല ആസ്പത്രികളിലും എനിക്ക് അഡ്മിറ്റ് ആകാൻ വേണ്ടി വന്നിട്ട് ഞാൻ പലരെയും കൊണ്ട് കടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യം, ഇത് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച പോലെ എൻ്റേതാണ് എന്ന തോന്നലിൽ കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം, അതിൽ എന്തെങ്കിലും വിഘാതമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ തയ്യാറാണോ എന്ന് കൂടി സ്നേഹം ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇത് കരുവഞ്ചാൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ എത്ര നന്നായി പ്രവർത്തിച്ചാലും കരുവഞ്ചാലിൻ്റെയും പരിസരത്തുള്ള ആളുകളുടെയും അഭിമാനമായി മാറേണ്ട സ്ഥാപനമാണ് ഇവിടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ എന്നത്. ഇപ്പോൾ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, അവരുടെ സേവനങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ ഒക്കെ വളരെ നല്ലതാണ് എന്ന പക്ഷക്കാരനാണ്. ഞാൻ കണ്ടിട്ടുള്ള ഡോക്ടർമാരാണ്, എല്ലാ ഡോക്ടർമാരെയും കാണേണ്ടി വന്നിട്ടില്ല. അതെൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് വിചാരിക്കുക, ദൈവാനുഗ്രഹമാണെന്ന് വിചാരിക്കാം. എന്തായാലും ഇത് ഒരുപാട് നീട്ടേണ്ട സംഗതിയല്ല എന്നതുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. മനുഷ്യരിൽ നിന്ന് മാറിപ്പോകാതെ, ഞാൻ വീണ്ടും പറയുന്നു, ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയ കാര്യമാണ്, നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ആളുകളുടെ വേദനകളെ എൻ്റെ വേദനയാണ് എന്ന് പരിഗണിച്ച് കടന്നു പോകുമ്പോഴാണ്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിനവുമായി ബന്ധപ്പെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഈ കടന്നു വരുന്ന ആളുകൾ ഒരു മനുഷ്യൻ്റെ ഒപ്പം നടക്കുമ്പോൾ, നമ്മളൊരു സമൂഹമായി ഒപ്പം നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് അവൻ്റെ വീഴ്ച കൊണ്ട് നമ്മുടെ യാത്ര നിർത്തേണ്ടി വരുമ്പോഴാണ് നാം അവൻ്റെ കൂട്ടുകാരനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക. അപ്പോൾ അങ്ങനെ ഒപ്പം നടക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ആ വീട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് സ്ഥാപനങ്ങളും വ്യക്തികളും മാറുമ്പോഴാണ് നന്നായി മാറുക എന്ന് സ്നേഹപൂർവ്വം സൂചിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ആവാൻ ഇനിയും നമുക്ക് വളരേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ആവണം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല സേവനങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇതിലെ മാനേജ്മെൻറ്റിനെയും ഇവിടുത്തെ സ്റ്റാഫിനെയും ഒക്കെ നമ്മൾ മാറേണ്ടതുണ്ടെങ്കിൽ മാറാൻ എല്ലാവരും തയ്യാറാവണം. പക്ഷേ നന്മ ഒരുപാട് ഉള്ള ഇടമാണ് എന്നതുകൊണ്ട് നമുക്ക് രോഗികളായി ഒരുപാട് തുടരേണ്ടതില്ല. എല്ലാവരുടെയും രോഗികളോട് ഞാൻ ആദ്യം വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാവർക്കും പെട്ടെന്ന് ഭേദപ്പെട്ട് സുഖമായിരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു.